ഫോട്ടോഷോപ്പിലെ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ, അതായത് ഈ പാസ്പോർട്ട് സൈസ് ആവട്ടെ, അല്ലെങ്കിൽ സാധാ ഫോട്ടോ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ആവട്ടെ, ഇതൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന രീതിയിലാണോ പ്രിൻറ്റിൽ പേപ്പറിലേക്ക് വരുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അതെങ്ങനെ വരും എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് കളർ ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യുന്നതാണ്. ഫോട്ടോ പേപ്പറിലാണ് ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നത്. പൊതുവേ കോസ്റ്റ്ലിയാണ്, കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയാണ്. സാധാരണ വൈറ്റ് ഷീറ്റിൽ A4 ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്യുമ്പോഴല്ല, അത് മാത്രമല്ല കളറിങ്ങിനൊക്കെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ കഴിയുന്നതും വേസ്റ്റേജ് കുറച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് പ്രിൻറ്റിങ്ങിൽ തന്നെ കറക്റ്റ് സൈസ്, കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്ന രീതിയിൽ നോക്കുക. നമ്മൾ നോക്കേണ്ടത് ആദ്യമായിട്ടൊരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര റെസൊല്യൂഷൻ വേണമെന്നുള്ളതാണ്. അതായത് പ്രിൻറ്റിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സൂം ബട്ടൺ എടുക്കുക. ഈ സൂം ബട്ടൺ എടുക്കുന്നു, ശേഷം നമ്മൾ പ്ലസ് ചെയ്ത് നോക്കിയാൽ പരമാവധി, അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്ച്വൽ പിക്സൽസിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ആക്ച്വൽ പിക്സൽസിലേക്ക് എടുത്ത് സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഹാൻഡ് ആവും മൂവിങ് ചെയ്യിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി. നമുക്കിതിൻ്റെ എഡ്ജസൊക്കെ, ഫോട്ടോൻ്റെ എഡ്ജസൊക്കെ നോക്കിയാൽ അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് അറിയാം. ഓക്കെ, നമുക്ക് ഈ ആക്ച്വൽ പിക്സൽസ് എടുക്കുമ്പോൾ തന്നെ പിക്ചർ ഫോട്ടോ പ്രിൻ്റ് നോക്കിയാൽ ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റെസൊല്യൂഷനിൽ ഒരു കാര്യമായി നമ്മൾ പഠിക്കേണ്ടത് റെസൊല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അതായത് റെസൊല്യൂഷൻ കുറഞ്ഞ പിക്ചറാണെങ്കിൽ പ്രിൻ്റ് എടുത്താൽ ഒരു ബ്ലർഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ ഇമേജ് എന്ന് പറയുന്ന ഈ മെനുവിലേക്ക് വരിക, ഇമേജ് സൈസ് എടുക്കുക. ഇമേജ് സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 5260 പിക്സൽ ഇൻറ്റു 3940 പിക്സലാണ്. 72 പിക്സൽസ് പെർ ഇഞ്ചാണ് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ഇഞ്ചിൻ്റെ ഉള്ളിൽ 72 ഡോട്ട്സ് പിക്സൽസ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ പ്രിൻറ്റിങ്ങിന് അത് പോരാ. സ്ക്രീനിൽ 72 റെസൊല്യൂഷൻ ഈസ് ബെറ്റർ, നല്ലതാണ്. പക്ഷേ നമ്മൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല പ്രിൻറ്റിൽ എന്ന് പറയുമ്പോൾ ഇത് വളരെ ബ്ലർഡ് ഇമേജ് ആവും. അതായത് 80 ഇഞ്ചസിലേക്ക് പ്രിൻ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് 53 ഇഞ്ച് വീതിയും ഹൈറ്റും 80 ഇഞ്ച് വീതി. അപ്പോൾ നമ്മളിതിനെ നമുക്ക് 300 റെസൊല്യൂഷനിലേക്ക് മാറ്റണം. നമ്മൾ 72 റെസൊല്യൂഷൻ എന്നത് പോരാ, നമുക്ക് 300, 250 മുതൽ 300 നമുക്ക് പിക്ചർ വേണം. നമുക്കിവിടെ നോക്കാം 80.53 എന്ന് പറയുന്നത് 72 പിക്സൽ പെർ ഡോട്ട് മതിയെങ്കിൽ നമുക്ക് അത്രയും സൈസിൽ പ്രിൻറ്റ് ചെയ്യാമെന്നാണ്. 80 ഇഞ്ചിലേക്ക് പ്രിൻറ്റ് ചെയ്യാം, വലിയ പ്രിൻ്റാണ്. പക്ഷേ നമുക്കത് പോരാ, നമുക്കതൊരു 300 റെസൊല്യൂഷനിൽ 300 പിക്സൽസ് പെർ ഇഞ്ചിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അടിച്ച് വയ്ക്കുമ്പോൾ നമ്മൾക്കിവിടെ കാണുന്നുണ്ട് 19.2, 12.2. ഓക്കെ, നമ്മൾ ഓക്കെ അടിക്കുന്നു. ഒന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്സൽ കൂട്ടുമ്പോൾ സൈസ് കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് എവിടെയും മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഓക്കെ, നമ്മൾക്ക് ഇപ്പോൾ ഇമേജ് സൈസ് എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ മുകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം 5760. ഈ 5760 എങ്ങനെയാണ് നമ്മൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഈ 300നെ മൾട്ടിപ്ലൈ ചെയ്യാണ് എന്തുകൊണ്ട്, ഈ 1920 കൊണ്ട്, 19.2 കൊണ്ട്. ഇങ്ങനെയാണ് നമുക്ക് 5160 കിട്ടുന്നത്. അതേപോലെ 12.8 ഇൻറ്റു നമുക്കിവിടെ നോക്കാം, കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. 19.2 മൾട്ടിപ്ലൈഡ് ബൈ 300, 5160 ആണെന്ന് അറിയാം. അതേപോലെ തന്നെയാണ് 12.8 ഇൻറ്റു 300, 3840 അറിയാം. ഇങ്ങനെയാണ് പിക്സൽസ് മുകളിൽ കാണിക്കുന്നത്. അത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമുക്കിതിനിപ്പോൾ പ്രിൻറ്റ് ചെയ്താൽ 19.2 ഇഞ്ച് വീതിയും 12.8 ഇഞ്ച് ഹൈറ്റിലും നമ്മൾക്കിതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കിയാൽ ഇവിടെ റൂളർ കാണുന്നില്ല. ഇപ്പോൾ വ്യൂവിൽ പോയിട്ട് റൂളർ ഓൺ ആക്കിയിരുന്നു നമ്മൾ. ഓക്കെ, ഷോ റൂളേഴ്സ്, കൺട്രോൾ R. ഇവിടെ റൂളർ വന്നിട്ടുണ്ട്. റൂളറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചസിലിവിടെ കാണിക്കും, 19 ഇഞ്ച് കാണിക്കുന്നുണ്ട്. ഇനി സെൻറ്റിമീറ്ററിലേക്ക് വേണമെങ്കിൽ അത് ഇവിടെ മാറ്റിയാൽ മതി. പിന്നീട് നമ്മൾ ഇമേജ് സൈസ് എടുത്താൽ സെൻറ്റിമീറ്ററിലാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിയുന്നതും ഇവിടെ തന്നെ, ഇവിടെ പിക്സൽസും എല്ലാം ഉണ്ട്. പിക്സൽസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ നോക്കാം. അപ്പോൾ ഇമേജ് സൈസിൽ നമ്മൾ കണ്ടു 19 ഇഞ്ചസ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ മാറ്റിയാൽ മതി, പ്രശ്നമില്ല. ഇമേജ് സൈസ് നമ്മൾക്കിത് പക്ഷേ 6.6 ഇഞ്ച് വീതിയും ഒരു 4 ഇഞ്ച് ഹൈറ്റിലുമാണ് വേണ്ടത്. സാധാരണ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് നമ്മളിവിടെ 6 പ്രിൻ്റുകളോടുകൂടി ഹൈറ്റ് 4 വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെറുതായി കാണിക്കുന്നത് നമ്മൾ വ്യൂവിൽ മാത്രമാണ്. കുറച്ച് വലുതാക്കാം. 6 ഇഞ്ച് ഇൻറ്റു 4 ഇഞ്ച് കറക്റ്റായിട്ട് വന്നിട്ട് ഇമേജസ് ഒന്ന് എടുത്ത് നോക്കാം. എല്ലാം 6.4 തന്നെയാണ് കറക്റ്റ്. 1900 അപ്പോൾ നമ്മൾ കറക്റ്റ് 6.4 തന്നെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അതേസമയം നമ്മൾക്ക് ഇതിനൊരു ഈ ഇമേജിന് ഇപ്പോൾ ഇത് ബോർഡർ ഇല്ലാതെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. 6:4 എന്ന് പറയുന്ന സൈസ് നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഒരു പക്ഷേ ചില അറ്റങ്ങൾ ചിലപ്പോൾ ക്രോപ്പ് ആവാം. അത്രയും ഷാർപ്പായിട്ട് അവർക്ക് പ്രിൻ്റ് ആണെന്നില്ല. ചെറിയൊരു ഭാഗം ഒരു പക്ഷേ ഒരു മുകളിൽ ഒരു ചെറിയ ഭാഗം അല്ലെങ്കിൽ സൈഡിൽ അങ്ങനെയൊക്കെ ക്രോപ്പ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അത്ര ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ നോർമലി ചെയ്യുന്നത് നമ്മൾക്ക് അത് ശ്രദ്ധിക്കണം ചെയ്യാൻ. അങ്ങനെ അനുവദിക്കപ്പെട്ട ചില ഫോട്ടോസിലെല്ലാം അത്ര തന്നെ പറയുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിന് ഇമേജ് സൈസിന് 6.4 എന്ന് പറയുന്നത് 3.9 എന്നിലേക്ക് മാറ്റുമ്പോൾ 5.85 മുകളിൽ മാറുന്നുണ്ട്. ഓക്കെ, ഇത് ചെറുതായി. ഇനി നമുക്കിത് വേണമെങ്കിൽ 6.4 പ്രിൻറ്റ് ചെയ്യാം. പക്ഷേ 6.4 അല്ല ഇപ്പോൾ സൈസ് മാറിയിട്ടുണ്ട്. ഇമേജ് സൈസ് മാറിയിട്ടുണ്ട്. പക്ഷേ ക്യാൻവാസ് 6.4 നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന പേപ്പർ 6.4 നമുക്കിവിടെ ഇതിനാണെങ്കിൽ ക്യാൻവാസ് സൈസ് ഉപയോഗിക്കാം. ഇവിടെ 6 ഇഞ്ചും അതേസമയം 4 ഇഞ്ച് ഉപയോഗിക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്, ക്യാൻവാസ് എക്സ്റ്റൻഷൻ കളർ ബാക്ക്ഗ്രൗണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ കളർ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ്. ഈ വൈറ്റാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഓക്കെ അടിക്കുന്നു. നമ്മൾ കൃത്യമായൊരു ബോർഡർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾക്ക് ഇതിനെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനിപ്പോൾ 6.4 സൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് 1, 2, 3 കോപ്പി വേണമെങ്കിൽ നമ്മൾ A4 പ്രിൻറ്റ് ചെയ്യുന്നെങ്കിൽ A4 ഇത് 2 പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് വീതി എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചായി. 12 ഇഞ്ച് A4 സൈസില്ല. നമ്മളിവിടെ കൺട്രോൾ ഫയൽ ന്യൂ പോയിട്ട് ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് ഇൻ്റർനാഷണൽ സൈസ് ഉണ്ട്. നമ്മൾക്കറിയാം ഇതിനെ ഇഞ്ചസിലേക്ക് നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്തു. ഇതിനെ ഇഞ്ചസിലേക്ക് ഇതിൻ്റെ ഇഞ്ച് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം 8 ഇഞ്ചും 11 സംതിങ്ങുമാണ്. അതായത് 8 ഇഞ്ച് 4 നമ്മൾക്കിങ്ങനെ താഴോട്ടേക്ക്, അതായത് ഒരു സൈഡ് നമുക്ക് കിട്ടും 4 അടിക്കാൻ പറ്റും. ഓക്കെ, അതേസമയം ഹൈറ്റ് നമുക്ക് എത്തൂല. നമ്മളൊന്ന് നോക്കി നോക്കാം. ഇതിനെ ഇമേജ് റൊട്ടേറ്റ് തിരിച്ചിടുന്നു. ഇതൊക്കെ നമ്മുടെ ഫോട്ടോ അങ്ങനെയുള്ളത് ക്ലോക്ക് വൈസ് തിരിച്ചിടുന്നു. ഇനി നമ്മളിതിനെ എഡിറ്റിൽ നമുക്കൊരു ഒരേ കോപ്പി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് എഡിറ്റിൽ ഡിഫൈൻ പാറ്റേൺ അടിക്കുന്നു. ഓക്കെ, ഇത് പാറ്റേൺ ആയിട്ട് പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ A4 വന്നു, എഡിറ്റിൽ പോയി ഫില്ലെടുക്കുന്നു. ആ പാറ്റേൺ നമുക്കിവിടെ ഫില്ല് ചെയ്യണം. ഫില്ലടിക്കുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാറ്റേൺ കൊടുക്കുന്നു. നമ്മൾ പാറ്റേണാണ് കൊടുക്കുന്നത്. പാറ്റേൺ ഒരുപാട് പാറ്റേൺ ഓൾറെഡി ഉണ്ട്. നമ്മൾ കൊടുക്കുന്നു, ഓക്കെ അടിക്കുന്നു. നമുക്കിവിടെ കാണാം 2 സൈസ് കറക്റ്റ് എത്തുന്നില്ല. അതേസമയം 8 ഉള്ളതുകൊണ്ട് ഈ ഇവിടെ വീതിയിൽ കിട്ടുന്നുണ്ട്. അതേസമയം നമ്മുടെ ലെങ്ത്ത്, അതായത് അതിൻ്റെ ടോട്ടൽ 6.6.12 നമുക്ക് കിട്ടില്ല. ഇവിടെ കുറവാണ്. കാരണം അത്രയും നമ്മൾക്ക് എന്തില്ല, നമുക്ക് അത്രയും പേപ്പർ സൈസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ വരുമ്പോൾ ഇത് ക്രോപ്പാവും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഫോട്ടോ, അതായത് സൈസിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ ഇതിലൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നമുക്ക് 4 പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. 2 പ്രിൻറ്റ് ചെയ്ത് ചെയ്യാൻ. അതല്ല ഫോട്ടോ സൈസിനൊരു പ്രത്യേകത വലിയ പ്രശ്നങ്ങളില്ല എങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം A4 പ്രിൻറ്റ് ചെയ്ത് നോക്കാം. A4 പ്രിൻറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടെ 12 ഇഞ്ച് തന്നെ കൊടുക്കാം. ആദ്യം 12 ഇഞ്ച്, പിന്നെ 8 ഇഞ്ച് 300 പിക്സൽസ് പെർ ഇഞ്ച്. ശ്രദ്ധിക്കണം, നമ്മൾ ഫോട്ടോൻ്റെ അതേ പിക്സൽ തന്നെ ആയിരിക്കണം. ഇവിടെ 300 ഫോട്ടോ 300 ചെയ്തെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്തത് 300 തന്നെ ആയിരിക്കണം. പിക്സൽസ് പെർ ഇഞ്ചും പിക്സൽസ് പെർ സെൻറ്റിമീറ്ററും മാറിപ്പോകരുത്. ഇവിടെ ഇപ്പം 6.4 നമ്മൾ ഇതിൻ്റെ നോക്കാം. ഇതിൻ്റെ സൈസ് നോക്കിയാൽ 6.12 × 8 കറക്റ്റാണ്. ഇനി ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഫോട്ടോ ഫില്ല് ചെയ്താൽ കറക്റ്റായിരിക്കും. ഇത് കറക്റ്റാണ്. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ A4 അപ്പുറം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ കൺട്രോൾ സെലക്ട് ഓൾ അടിക്കുക, എഡിറ്റ് കട്ടൻ അടിക്കുക, കട്ടോ കോപ്പി അടിക്കുക. ഞാൻ ക്ലോസ് ചെയ്യേണ്ടത്, ക്ലോസ് ആവശ്യമില്ല. ഇവിടെ പേസ്റ്റ് ചെയ്യണം. നമ്മളിപ്പം പേസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്. നമ്മൾ കൺട്രോൾ T അടിക്കുക. കൺട്രോൾ T അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ് എക്സ്ട്രാ പുറത്ത് പോയ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നമുക്കത് ചെറുതാക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സെലക്ട് ഓൾ അടിച്ചുകൊണ്ട് ഡിലീറ്റ് അടിച്ച് നമ്മൾക്ക്, അതായത് ബാക്ക്ഗ്രൗണ്ട് മായ്ച്ചളയാണ്, വൈറ്റ് തന്നെ ആക്കാം. ആ ഫോട്ടോ കൂടെ. ഓക്കെ, ഇനി കൺട്രോൾ D അടിച്ചു കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ സെൻറ്ററൈസ് ചെയ്താൽ, സെൻറ്റർ ചെയ്യാനൊരു പരിപാടിയുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ശേഷം ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിൽ ഏത് ഫോട്ടോ ആണോ സെൻറ്റർ ചെയ്യേണ്ടത് സെൻറ്റർ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ മൂവിങ് ടൂളിലേക്ക് വരിക. മൂവിങ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കുറച്ച് ബട്ടൺ വന്നിട്ടാണ്, അതായത് മേലെ താഴെ പിന്നെ സെൻറ്ററൊക്കെ ആയിട്ടുള്ളത്. നമ്മളിതിൻ്റെ സെൻറ്ററാക്കുന്നു. രണ്ടിൻ്റെ സെൻറ്റർ കറക്റ്റ്. ഡൺ. ഇതിനെ നമ്മൾക്ക് പേജ് സേവ് ആസ് അടിക്കുക. JPG മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ JPG സെലക്ട് ചെയ്യുന്നു. 12 A4 പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്യാൻ, A4 പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ സേവ് ചെയ്യാം. ഇവിടെ ഞാൻ സേവ് ചെയ്യുന്നില്ല. ഇതിനെ നമ്മൾ തന്നെ നമ്മളെ പ്രിൻ്ററിൽ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇമേജ് റൊട്ടേറ്റ് എടുക്കുന്നു. ഇനി Ctrl+P അടിക്കുന്നു. Ctrl+P. എൻ്റെ കയ്യിൽ പ്രിൻ്റർ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പക്ഷേ PDF പ്രിൻ്റർ ഉണ്ട്. നമുക്ക് PDF പ്രിൻ്റർ ഉണ്ട്. ഈ PDF പ്രിൻ്ററിൽ നമ്മൾ പേജ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ A4 പേപ്പർ സെറ്റ് ചെയ്യുക. നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ പേപ്പറിനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇതിൽ ലെറ്റർ സൈസാണ്, അതല്ല A4 ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പ്രിൻ്റ് മാനേജ് കളേഴ്സ്, അത് നമുക്ക് അത്യാവശ്യമില്ല. ഓരോ പ്രിൻ്ററിൻ്റെയും സെറ്റിങ്സ് കാണിക്കുന്നത് വേറെ ആയിരിക്കും. ഇത് പൊസിഷൻ സെൻറ്റർ ചെയ്തിട്ടുണ്ട്, ഒരുവിധം ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടെ പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റബിൾ ഏരിയനേക്കാളും ലാർജറാണെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രിവ്യൂ വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടും. PDF ആയതുകൊണ്ട് സേവ് ചെയ്യാനാണ് ചോദിക്കാം. ഫോട്ടോഷോപ്പ് പ്രിൻറ്റിംഗ് ടു PDF എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോഷോപ്പിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ക് ജെറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് വർക്കിംഗ് സ്ലോയിലായിരിക്കും വളരെ, കാരണം ഇങ്ക് അത്രയും ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് ആ PDF ഒന്ന് ജസ്റ്റ് നോക്കാം. അതായത് ആ പേപ്പർ നോക്കുന്നതിന് സമമാണ്. ഉണ്ടായിട്ടുണ്ട്. പ്രിൻ്റ് കൃത്യമായിട്ട് തന്നെ വരും. നമുക്കിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പ്രിൻറ്റിങ്ങിൽ സൈസിനും പിക്സൽസിനും ഒക്കെ ഒരു പ്രാധാന്യമുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് വേണം പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.